When I asked somebody that how would I know that this is the man, how would I know? So they said, "A love inte peril, love maatira ayala peru vekka." The sentence is, love is patient, love is kind, it does not envy, it does not boast, it is not proud, it does not dishonor others, it is not self-seeking, it is not easily angered, it keeps no record of wrongs. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും വാക്കേറ്റങ്ങളും ഒക്കെ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമുക്ക് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പോവും അല്ലേ. ഞാൻ കൊച്ചിലെ തൊട്ട് കേൾക്കാറുള്ള ഡയലോഗുണ്ടേ, അതായത് ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും, പിണക്കമുള്ളവർക്ക് ഇണക്കം ഉണ്ടാവുള്ളൂ എന്നൊക്കെ. ഈ പറഞ്ഞ പഴമൊഴികളെ പഴിചാരി നമുക്കിടയിലെ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ഒക്കെ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ ചെറുതൊന്നുമല്ല. സാഹചര്യം ഏതാന്ന് പോലും നോക്കാതെ പരസ്പരം മനസ്സിലാക്കാതെ തോന്നിയ കാര്യത്തിനൊക്കെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ട് ചിലപ്പോൾ അത് കയ്യേറ്റം വരെ എത്തിയിട്ട് ഏറ്റവും ലാസ്റ്റ് വീട്ടിലെത്തി അവസാന ഡയലോഗുണ്ട്, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും സാധാരണ അല്ലേ എന്ന്. വന്ന് വഴക്കുണ്ടാക്കാതെ കൈചേർത്ത് പിടിച്ച് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കണ്ട അവർക്കിടയിൽ എന്തോ കുഴപ്പമില്ലേ, അല്ലെങ്കിൽ അവരീ കാണിക്കുന്ന കുറച്ച് ഓവറല്ലേ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ സൊസൈറ്റി മാറിക്കഴിഞ്ഞു. എന്തായാലും ചട്ടിയും കലമൊക്കെ പരസ്പരം തട്ടുവോ മുട്ടുവോ പൊട്ടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, പക്ഷേ അവരുടെ ഇടയിൽ അവരെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കുറച്ച് ചില്ലുപാത്രങ്ങളുണ്ട്, മക്കൾ. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വിവാഹ ജീവിതമാണ് നാളെ അവരുടെ ലൈഫിൽ അവരും പ്രാവർത്തികമാക്കാൻ പോകുന്നത് നിങ്ങൾ ഓർക്കണം. വിവാഹ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, പരസ്പരം എന്തോ ആവാം, വഴക്ക് പറയാം, വായി തോന്നി വിളിച്ചു പറയാം, അത് കഴിഞ്ഞ് സോറി പറഞ്ഞാൽ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാം എന്ന് വിചാരിച്ച് വളരുന്ന ഒരു തലമുറയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഓർക്കണം. നിങ്ങളുടെ ഈ വേലത്തരങ്ങളൊക്കെ കണ്ട് ജീവിക്കുന്ന പിള്ളേർ ഒരു പ്രായം എത്തുമ്പം കല്യാണത്തെ പേടിക്കാൻ തുടങ്ങും. ഞാനിതിനാ ഇപ്പൊ കഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത്, അതിലും ഭേദം ഒറ്റയ്ക്ക് മനസ്സമാധാനം ജീവിച്ചാൽ പോരെ എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. അന്നേരം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണിച്ചു കൊടുത്തതാണ് അവരുടെ മുൻപിലെ വിവാഹ ജീവിതത്തിന്റെ മാതൃക. ചട്ടിയും കലമൊക്കെ മാറ്റി അവരിതേ ചക്കര അടയാണ് എന്ന് പറയുന്ന പോലുള്ള ദാമ്പത്യ ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ വരട്ടെ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് പരസ്പരം മനസ്സിലാക്കി എല്ലാവർക്കും മാതൃകയായി ജീവിക്കുന്ന കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ. വഴക്കും വാക്കേറ്റങ്ങളും ഒന്നുമല്ല, സ്നേഹിക്കപ്പെടലും ചേർത്ത് നിർത്തലും ഒക്കെ നോർമലൈസ് ചെയ്യപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.